ഞാൻ MLA ആയിട്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷെ ഞാൻ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായിട്ട് പ്രതികരിക്കാനാണെങ്കിൽ നാളിതുവരെയായിട്ട് യാതൊരു വക അറിവ് ഇങ്ങനെ അർജന്റീന ടീം വരുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ കളി നടക്കുന്നതായിട്ടോ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനോ കേരള ഫുട്ബോൾ അസോസിയേഷനോ ഇത് സംബന്ധിച്ച് യാതൊരു ഒരു അറിയിപ്പും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. അപ്പോ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നു. നമ്മളൊരു ടീം അർജന്റീന ടീം വരുന്നത് കൊണ്ട് നമ്മളെല്ലാവരും അതിനോട് വളരെ ആവേശത്തിലായിരുന്നു. പക്ഷെ ഒഫീഷ്യലി നോക്കുമ്പോൾ ഏതൊരു മാച്ചും ഫിഫ അംഗീകാരമുള്ള ഏതൊരു മാച്ചും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കേരള ഫുട്ബോൾ ഫെഡറേഷനും അറിയേണ്ടതാണ്. പക്ഷെ നാളിതുവരെയായിട്ട് അപ്പോൾ ഇതിന് ഇങ്ങനൊരു കളിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇതിനെ സംബന്ധിച്ച് കായിക മന്ത്രി സ്റ്റേഡിയത്തിൽ വരുന്നു, അർജന്റീന പ്രസിഡന്റ് അവരുടെ ഒഫീഷ്യൽ ആള് സ്റ്റേഡിയത്തിൽ വരുന്നു. പക്ഷെ ഈ അസോസിയേഷൻ എന്നുള്ള രീതിയിൽ യാതൊരു അറിയിപ്പും ഞങ്ങൾക്ക് വരാത്തത് കൊണ്ട് ഞങ്ങൾ ഈ കാര്യം രേഖാമൂലം തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ അറിയിപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞത് ഇത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും നാളിതുവരെയായിട്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല, കാരണം സ്പോൺസറായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഫിഫയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേഷൻ തരേണ്ടത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് അല്ലാത്തതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് വരാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, അങ്ങനെ ഒരു ഔദ്യോഗിക അറിയിപ്പോ ഇൻഫർമേഷനോ ഒന്നും തരാത്ത പശ്ചാത്തലത്തിൽ എന്ത് വേണം മനസ്സിലാക്കാൻ? ഇത് വരും വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന തരത്തിലൊരു ഒരു കാര്യം അങ്ങ് പറയുന്നു. അതിൽ ഒരുപാട് വ്യക്തതകൾ അല്ലെങ്കിൽ ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ടെന്നല്ലേ? അതിന് മറുപടി പറയേണ്ടത് മന്ത്രിയാണ്, ഞാനല്ല അതിന് മറുപടി പറയേണ്ടത്. അതിന് കായിക വകുപ്പ് മന്ത്രി തന്നെ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടതാണ്. കാരണം അദ്ദേഹമാണല്ലോ ഇതെല്ലാം ഇനിഷ്യേറ്റ് ചെയ്തത്. അതിന് ഞാൻ മറുപടി പറഞ്ഞ ഞാൻ ഫുട്ബോൾ അസോസിയേഷന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മറുപടി പറയേണ്ട ഒരു വിഷയമല്ല. കായിക മന്ത്രി തന്നെ ഇതിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹം മറുപടി പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഒരു കാര്യം, എറണാകുളം ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ മെസ്സിയും സംഘവും എത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മെസ്സിയോ അല്ലെങ്കിൽ അർജന്റീന ടീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനാഷണൽ ടീം ഇന്ത്യയിൽ വരികയാണെങ്കിലും കേരളത്തിൽ വരികയാണെങ്കിലും ഒഫീഷ്യലി ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. ഇതുവരെ ഒഫീഷ്യലി അറിയിപ്പ് കിട്ടാത്തത് കൊണ്ട് അത് നമുക്ക് കാത്തിരിക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, ഇതിൽ വരും നവംബറിലെത്തും ഡേറ്റ് അടക്കം പറഞ്ഞ കായിക മന്ത്രിയുടെ പ്രതികരണം നടത്തി, എന്നിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിലൊരു ഇൻഫർമേഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു ഉത്തരവാദിത്വം ഇല്ലായ്മയല്ലേ? അല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണോ? അത് ബന്ധപ്പെട്ട ആളുകളല്ലേ ഞങ്ങൾക്ക് അറിയിക്കേണ്ടത്, ഞങ്ങളല്ലല്ലോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒഫീഷ്യൽ മത്സരമാണെങ്കിൽ അതാത് ബന്ധപ്പെട്ട സംസ്ഥാന അസോസിയേഷനും അതായത് രാജ്യത്തെ മറ്റ് ഇപ്പോൾ ഫുട്ബോൾ ഫെഡറേഷനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി കിട്ടേണ്ടതാണ്, അറിയിപ്പ് കിട്ടേണ്ടതാണ്. പക്ഷെ ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും സാധാരണ ഒരു മാച്ച് ഇപ്പോൾ അണ്ടർ-17 വേൾഡ് കപ്പ് ആ മാച്ചെല്ലാം ഒഫീഷ്യലി ഇത് നടന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ അറിയിപ്പും കാര്യങ്ങളെല്ലാം അന്ന് കിട്ടിയിരുന്നതാണ്. പക്ഷെ ഇതെന്തുകൊണ്ടാണ് ഫുട്ബോൾ ഫെഡറേഷൻ അങ്ങനെ ഒരു വിശ്വാസത്തിലെടുക്കാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ല, ഒരുപക്ഷെ ഫിഫ ഇതിൽ ഇങ്ങനെ കളിക്കാനുള്ള അനുമതി പോലും നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ മാർച്ചിലെ വിൻഡോയിൽ മാത്രമായിരിക്കും പക്ഷെ അനുമതി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിലൊരു സ്ഥിരീകരണം വരാത്തത് കൊണ്ടായിരിക്കുമോ നിങ്ങളെ അറിയിക്കാത്തത്? തീർച്ചയായിട്ടും ചിലപ്പോൾ അതായിരിക്കാം. അതായത് ഫിഫ പോലും ഇതിന് അത്രയും അംഗീകാരം കിട്ടാത്തത് കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ത്രൂ പ്രോപ്പർ ചാനൽ ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടാഞ്ഞത്. പക്ഷെ എന്തായാലും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ബന്ധപ്പെട്ട ഫുട്ബോൾ അസോസിയേഷനെ വിശ്വാസത്തിലെടുക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് നടന്നില്ല, നമുക്കതിൽ പരാതിയില്ല. ഒരേ ഒരു കാര്യം കൂടി, ഇപ്പോൾ ആ സ്റ്റേഡിയത്തിൽ നിർമ്മാണ ജോലികളൊക്കെ നടക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഞാൻ JCD എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കൂടി ഉള്ള ഒരാളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരം ഇത് വന്നു കഴിഞ്ഞപ്പോൾ കമ്മിറ്റിയിൽ ചർച്ച വരികയും ആ സ്റ്റേഡിയം ഗവൺമെന്റിന്റെ സ്പോർട്സ് ഫൗണ്ടേഷൻ ആ സ്റ്റേഡിയം താൽക്കാലികമായിട്ട് കൈമാറണമെന്നുള്ള നിർദ്ദേശം വന്നു. ആ നിർദ്ദേശ പ്രകാരം GCDയെ സ്റ്റേഡിയം സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പോൺസർ അവിടെ 70 കോടിയോളം രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയെന്നാണോ താങ്കൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം?
അത് സ്പോർട്സ് ഫൗണ്ടേഷനാണ് മറുപടി പറയേണ്ടത്. കാരണം സ്പോർട്സ് ഫൗണ്ടേഷന് GCDA സ്റ്റേഡിയം കൈമാറിയതിന് ശേഷം സ്വാഭാവികമായിട്ടും അത്തരം നടപടിക്രമങ്ങൾ സ്പോർട്സ് ഫൗണ്ടേഷനും ആരാണോ ചെയ്യുന്നത് അവരുമായിട്ട് സ്വാഭാവികമായിട്ടും കരാറുണ്ടാകേണ്ടതാണ്. അപ്പൊ ആ കരാറിനെ കുറിച്ചൊന്നും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. അതിനും മറുപടി പറയാൻ കഴിയുന്നത് ആ വകുപ്പിന്റെ ഏത് വകുപ്പിന്റെ കീഴിലാണ് സ്പോർട്സ് ഫൗണ്ടേഷൻ എന്നുണ്ടെങ്കിൽ ആ വകുപ്പ് മന്ത്രി തന്നെ മറുപടി പറയുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു.